ഹലോ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ചേച്ചിയുടെ വീട്ടിൽ പോരാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ വന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവിടെ വന്ന് വിളിച്ചാൽ കുറച്ചാൽ ഞാൻ രാവിലെ കുറച്ച് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് കിടക്കണതാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ എത്രയും 10:15. അപ്പോൾ ഇനി നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടിയിട്ട് പൂരത്തിന് പോകണം. അന്നംകുളങ്ങര പൂരാണെന്ന്. അപ്പോൾ അവിടുത്തെ ക്ഷണം. അപ്പോൾ അങ്ങോട്ട് പോവാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാം കൂടിയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാവാം അല്ലേ? ഓക്കെ, വരാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. ഇവിടെ ഒരാൾ മുടി കൊഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. ഡ്രസ്സൊക്കെ മാറി ഭയങ്കര സെറ്റപ്പിലാണ്. മുടി കൊഴിഞ്ഞത് കാണിക്കണ്ട, പേടിക്കും ആൾക്കാരി. എൻ്റെ ഡ്രസ്സും മാറാനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്തിടണം. അതൊക്കെ അതവിടെ അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛത് അവിടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാവുന്നുണ്ട്. ഒരാളിത് മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. മിയ മിയ ഇവിടെ അലമ്പാക്കണാവോ വന്നു കഴിഞ്ഞാൽ. എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിതാ പുറപ്പെട്ടു ഗായ്സ്. 10ാം ക്ലാസ്സുകാരനാടാ. സെൻഡ് ഓഫിനെ പോകാനുള്ളതാണ്. ഫ്രീക്കായിട്ടാണ് അവൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ വിഷ്ണുമായ മുത്തപ്പൻ്റെ വീട്ടമ്പലം കേട്ടോ. എല്ലാവരും കൂടിയിട്ടൊരു ടൂറ് പോണ പോലെ പോകണം കേട്ടോ. അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വരും ഞങ്ങൾ. കിച്ചുനെന്താ ഫുഡ്? കുമ്പളങ്ങ, ഒന്നുള്ള കുമ്പളങ്ങ. വഴി ഇതാണ് ഞങ്ങളുടെ ഊട്ടിയിൽ നിന്ന് മറ്റേ എവിടേക്ക് പറയാം, മറ്റേ സ്ഥലം ഊട്ടിയിലൂടെ മസനഗുഡിക്ക് ഒരു യാത്രയല്ലേ. അമ്മ കാണാൻ വന്നു. അങ്ങനെ സെപ്പറേറ്റ് പഞ്ചായത്തല്ലേ? ചിലപ്പോൾ ഇവിടെ എന്തായാലും പഞ്ചായത്തിൻ്റെ മരത്തിൻ്റെ അതവരെ സെറ്റിയിട്ടതല്ലേ അല്ലേ? ചേച്ചിയുടെ വീട്ടിലേക്ക് മേടിച്ച ചെറിയ തണ്ണിമത്തനാണ്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ രണ്ടാമത്തെ മോള് അനുമോള്. കിണുങ്ങന്നൊക്കെ രാവിലെ ഇതാണ് ചേച്ചിയുടെ മൂത്ത മോള് ആർച്ച മോള്. ഇതാണ് നമ്മുടെ അമ്പാടി. ഇതാണ് നമ്മുടെ അളിയാൻ. ഗോപിയാണ് ഗോപി. കറക്റ്റ് ഗോപി വലുതുണ്ട്, ചെറിയ ഗോപി. ഇത് നീ ഭയങ്കര കഴിവുള്ള ആളല്ലേ, നോക്കട്ടെ. വീട്ടെ നീ ചെറിയ പോലെ കിടന്നാളല്ലേ. അപ്പോൾ ഇട്ട് നോക്ക് ഇത് വീട്ടെ ഗോപിയുടെ ചെറിയ ഗോപിയുടെ വീട്ടെ ഇട്ടതായോ നോക്കിയാ പറഞ്ഞിട്ടേ. ഞാൻ നോക്കത്തില്ല, നോക്കാം ഇട്ടോ നോക്കാം. ഞാൻ അതുകൊണ്ടല്ലോ കുറി ഇവരെങ്ങനെ ആക്കിയിട്ട് എന്തിട്ടാ
ആ ചായ ചോർന്നാ നോക്കാം. അപ്പൊ ഇതാ കിച്ചണിന്ന് നമ്മുടെ അമ്മ ചായ ആയിട്ട് മന്ദം നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ചായ കുടിക്കാനുള്ള പരിപാടി. ചായക്ക് എന്താ സ്പെഷ്യല്? ഇതെന്താ മുട്ടക്കറിയാ? മുട്ടക്കറി. എന്താ പൊറോട്ടയാ? പൊറോട്ട. ചായ കുടിക്കാണ്. മുട്ട ഇഷ്ടമല്ല. മുട്ട ഇഷ്ടമല്ല, എന്നാലും ഒരു മുട്ട കഴിക്കാം. ആർക്കിഷ്ടല്ല? ഒരാള് പതുക്കിയായിട്ട് അവിടെ കഴിക്കണ. ഇത് നമ്മുടെ അമ്മയുടെ മോനാണ് ഷാജു ഏട്ടൻ. ആള് ആർട്ടിസ്റ്റാണ്. ടെക്സ്റ്റർ വർക്ക്, ആർട്ട് വർക്ക്, എല്ലാ വക ഐഡിയകളും സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ അളിയൻ്റെ അമ്മ. ഇതാ അളിയൻ ഇവിടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പൂരത്തിന് പോകാൻ പറ്റാണ്ട് നിൽക്കണം. എല്ലാ ഗസ്റ്റുകളും ഉള്ള കാരണം പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ആള് സെറ്റായിട്ട് നിൽക്കണത് കേട്ടോ. ഇവിടെ നല്ല അടിയിലാണ് ഗായ്. അച്ഛൻ്റെ കൂട്ടുകാര്. അപ്പോൾ അത് ചേച്ചിയുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളാണ് കേട്ടോ ഫ്രണ്ട്സേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേ 1 2 3 4 പെടയും ഒരു ചാത്തനാണുള്ളത്. നാടൻ കോഴിയാണ് കേട്ടോ. അപ്പോൾ ഇവരങ്ങനെ വെയിലിൻ്റെ പ്രശ്നം കാരണം ടാർപ്പ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കർട്ടൻ്റെ ഒരു തുണിയുണ്ട്. ആ തുണിയും വെച്ച് മൂടും. ഇവർക്ക് ആവശ്യ സമയത്ത് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അഴിച്ചു വിടും. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരുള്ളിലേക്ക് കയറും കേട്ടോ. നമ്മുടെ ചെക്കനപ്പോൾ അതാ സെറ്റായിട്ട് നിൽക്കണം കേട്ടോ. അതും തൃക്കടവൂര് ശിവരാജുവിൻ്റെ അപ്പോൾ തകർത്ത് പോകാനാണ്. അധികം ആനയുടെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കുറച്ച് സീനായ കാരണം ഒന്ന് ഉഷാറാവടാ. നീ വിട്, എയർ വിട്. ആ ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ലൈക്ക് കൊടുത്തേ. ആ ഓക്കെ, സെറ്റ്. നമ്മളപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുന്നോളത്തേക്കായിട്ട് വന്നു കേട്ടോ. എല്ലമനോപ്പി എന്ന് പറഞ്ഞൊരു നല്ലൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ. അവിടെ ചേച്ചിയുടെ മോൾക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല. നമ്മളവിടുത്തെ ഡ്രസ്സ് കണ്ടപ്പോൾ നമുക്ക് അതിനോട് കൂടിയിട്ടൊരു ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു എന്നുള്ളൂ. സംഭവം നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും അതേപോലെ ലേഡീസ് ഓൺലിയാണ്. കുട്ടികൾക്കുള്ളതും അതേപോലെ നല്ല നല്ല അടിപൊളി ഡ്രസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. നെസ്റ്റ് അല്ല, നെറ്റ്സ് കഫേ.